കേരളം തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലേക്ക് കാൽ വെച്ചു കഴിഞ്ഞു. വരാനിരിക്കുന്ന നാളുകൾ ശക്തമായ രാഷ്ട്രീയ പ്രചരണങ്ങളുടെ നാളുകളാണ്. എന്നാൽ കേരള രാഷ്ട്രീയത്തെ മലീമസമാക്കുന്ന ചില കാഴ്ചകളാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ആദ്യ നാളുകളിൽ തന്നെ പുറത്തു വരുന്നത്. പറഞ്ഞു വരുന്നത് CPM-നെയും BJP-യെയും കുറിച്ചാണ്. ഈ രണ്ട് പാർട്ടികളും തെരുവ് ഗുണ്ടകളുടേതിന് സമാനമായ രീതിയിൽ തരം താഴുന്ന രീതിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നമുക്കറിയാം, എല്ലാ കാലത്തും അക്രമം മുഖമുദ്രയാക്കിയ രണ്ട് പ്രസ്ഥാനങ്ങളാണ് CPM-ഉം BJP-യും. അവരെ സംബന്ധിച്ചിടത്തോളം കൊല്ലാനും ചാവാനും മടിയില്ലാത്ത അണികളും ഗുണ്ടകളും ഈ രണ്ട് പാർട്ടികൾക്കുമുണ്ട്. ഇത്തരത്തിൽ കൊല്ലപ്പെടുന്നവരെ രക്തസാക്ഷികളായും ബലിദാനികളായും മഹത്വവൽക്കരിച്ച് അതിൻ്റെ പേരിൽ രാഷ്ട്രീയ നേട്ടങ്ങൾ കൊയ്യുവാനുള്ള ശ്രമങ്ങളും രണ്ട് പാർട്ടികളുടെ ഭാഗത്തു നിന്നും നിരവധി വട്ടം ഉണ്ടായിട്ടുണ്ട്. ബോംബുണ്ടാക്കുന്നതിനിടയിൽ കൊല്ലപ്പെടുന്നവരെ വരെ രക്തസാക്ഷികളാക്കി മഹത്വവൽക്കരിക്കുന്ന CPM സംസ്കാരത്തെക്കുറിച്ച് രാഷ്ട്രീയ കേരളം പലവട്ടം ചർച്ച ചെയ്തിട്ടുള്ളതുമാണ്. അക്രമത്തിൻ്റെ വക്താക്കളായതിനാൽ തന്നെ എല്ലാ ഘട്ടത്തിലും ഗുണ്ടകളെയും ക്രിമിനലുകളെയും ചേർത്ത് നിർത്തുന്ന മനോഭാവവും ഈ രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുമുണ്ട്. എന്നാൽ ഇപ്പോൾ ആ മനോഭാവം സകല സീമകളും ലംഘിച്ച് ഒരു പടി കൂടി കടന്നിരിക്കുകയാണ് എന്നുള്ളതാണ് വാസ്തവം. കുറച്ചു നാൾ മുമ്പ് വരെ ഗുണ്ടകളെയും അക്രമികളെയും പാർട്ടി ഗുണ്ടകളായി അല്ലെങ്കിൽ പാർട്ടി അണികളായി ചിത്രീകരിച്ചുകൊണ്ട് ചേർത്ത് നിർത്തി സംരക്ഷിക്കുന്ന സംസ്കാരമാണ് ഇരു പാർട്ടികളും അനുവർത്തിച്ചു പോന്നിരുന്നതെങ്കിൽ ഇപ്പോൾ അവർ ഈ ഗുണ്ടകളെയെല്ലാം നേതൃസ്ഥാനത്തേക്ക് ഉയർത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പറഞ്ഞു വരുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പാലക്കാട് നിന്ന് പുറത്തു വന്ന ചില ദൃശ്യങ്ങളെക്കുറിച്ചാണ്. പാലക്കാട് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മലയാള മനോരമ TV സംഘടിപ്പിച്ച സംവാദത്തിൽ BJP-യുടെ പ്രതിനിധിയായി പങ്കെടുത്തത് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവനും CPM-ന്റെ പ്രതിനിധിയായി പങ്കെടുത്തത് SFIയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി PM ആർഷോയുമായിരുന്നു. ഈ രണ്ട് നേതാക്കളുടെയും ശരീരഭാഷയും ഭാഷാശൈലിയും പുറത്തുവിടുന്ന ഒരു കാര്യമുണ്ട്. ഇവർ രണ്ടുപേരും തെരുവ് ഗുണ്ടകളെ പോലെ അധപതിച്ചവരാണ്, രാഷ്ട്രീയ കേരളത്തിന് നേതൃസ്ഥാനത്തിലിരിക്കുവാൻ യോഗ്യരായിട്ടുള്ളവരല്ല എന്നതാണ്. കാരണം അത്രമാത്രം മോശമായ കാഴ്ചകളാണ് ആ സംവാദത്തിൻ്റെ ദൃശ്യങ്ങളിലൂടെ കേരളം കണ്ടിട്ടുള്ളത്. ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന വേളയിൽ ഇവരുപയോഗിച്ച ഭാഷയുടെ ശുദ്ധിക്ക് അപ്പുറം എല്ലാം രാഷ്ട്രീയ മര്യാദകളും രാഷ്ട്രീയ മര്യാദയുടെ സീമകളും ലംഘിച്ചുകൊണ്ട് ഇവർ പരസ്പരം കയ്യാങ്കളിയിലേക്ക് നീങ്ങുന്നതും നാം കണ്ടിട്ടുണ്ട്. ഇവർക്ക് വേണ്ടി പിന്നീട് അണികൾ കസേരയും കല്ലും കമ്പും എടുത്ത് പരസ്പരം ഏറ്റുമുട്ടുന്ന ദൃശ്യങ്ങളും മനോരമയിലൂടെ കേരളം മുഴുവൻ കണ്ടിട്ടുള്ളതാണ്. ഈ ഘട്ടത്തിൽ ഈ രണ്ട് നേതാക്കളുടെയും പശ്ചാത്തലം നാം കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ രണ്ട് നേതാക്കളെയും വളർത്തിക്കൊണ്ടുവരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രത്യയശാസ്ത്ര അപജയത്തെക്കുറിച്ച് അത് കൃത്യമായ ഒരു അവബോധം രാഷ്ട്രീയ കേരളത്തിലും ഇവിടുത്തെ പ്രബുദ്ധരായ ജനങ്ങൾക്കും പകർന്നു നൽകുന്നതാണ്. ആദ്യമായി നമുക്ക് PM ആർഷോയെക്കുറിച്ച് സംസാരിക്കാം. PM ആർഷോ യഥാർത്ഥത്തിൽ ഒരു പിടികിട്ടാ പുള്ളിയായി കേരള ഹൈക്കോടതി പ്രഖ്യാപിച്ചതിന് ശേഷവും ഭരണത്തിൻ്റെ തണലിൽ ഭരണാധികാരികളുടെ സംരക്ഷണയിൽ കേരളത്തിലുടനീളം അക്രമങ്ങളുമായി അഴിഞ്ഞാടുന്നത് നാം കണ്ടിട്ടുണ്ട്. കേരള ഹൈക്കോടതിയുടെ ഉത്തരവിന് പോലും പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് പിണറായി വിജയൻ്റെ പോലീസും പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന CPM-ഉം സർക്കാരും PM ആർഷോ എന്ന തെരുവുഗുണ്ടയെ സംരക്ഷിച്ചത് എന്ന യാഥാർത്ഥ്യവും നമുക്ക് മുന്നിലുണ്ട്. അയാളുടെ അടുപ്പക്കാരിയായ വനിതാ സഖാവിന് വേണ്ടി വ്യാജ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കോളേജ് ജോലിക്കായി സംഘടിപ്പിച്ചു കൊടുക്കുന്ന PM ആർഷോയെ നാം കണ്ടിട്ടുണ്ട്. പിന്നീട് പരീക്ഷ എഴുതാതെ പാസ്സാകുന്ന PM ആർഷോയെ കണ്ടിട്ടുണ്ട്. അറ്റൻഡൻസ് ഇല്ലാതെ പ്രൊമോഷൻ ലഭിക്കുന്ന PM ആർഷോയെ നാം കണ്ടിട്ടുണ്ട്. കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയ SFI നേതാവിനെയും DYFI നേതാക്കളെയും ന്യായീകരിക്കുന്ന ആർഷോയെ നാം കണ്ടിട്ടുണ്ട്. രാഷ്ട്രീയ എതിരാളികളെ തെരുവിൽ തല്ലുവാൻ ആഹ്വാനം ചെയ്യുന്ന PM ആർഷോയെ നാം കണ്ടിട്ടുണ്ട്. കേരള പോലീസിലെ ഉദ്യോഗസ്ഥരുടെ മേൽ അധികാരത്തിൻ്റെ തണലിൽ മാത്രം കുത്തിന് കയറി പിടിച്ച് അവരെ അസഭ്യം പറയുന്ന ആർഷോയെ നാം കണ്ടിട്ടുണ്ട്. അതിനെല്ലാം ഉപരിയായി സ്വന്തം മുന്നണിയിലെ രണ്ടാമത്തെ പാർട്ടിയായി CPI-യുടെ വിദ്യാർത്ഥി വിഭാഗം നേതാവിനെ അസഭ്യം പറഞ്ഞുകൊണ്ട്, അവളുടെ വയറ്റിലുണ്ടാക്കി തരുമെന്ന് പറഞ്ഞുകൊണ്ട്, അവളുടെ വയറ്റിൽ ചവിട്ടി വീഴ്ത്തുവാൻ മാത്രം നികൃഷ്ടനായ ഒരു വ്യക്തിത്വമാണ് ആർഷോ എന്ന പരാതിയും കേരള സമൂഹത്തിന് മുന്നിലും നമ്മുടെ നീതിപീഠത്തിന് മുന്നിലും എത്തിച്ചേർന്നിട്ടുണ്ട്. ഇത്തരത്തിലുള്ളൊരു നേതാവിനെ CPM ചെല്ലും ചെലവും കൊടുത്ത് വളർത്തുകയാണ്. വേണ്ടി വന്നാൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആർഷോയ്ക്കൊരു സ്ഥാനാർത്ഥിത്വം കിട്ടുമെന്ന കാര്യത്തിലും തർക്കമില്ല. ഏതൊക്കെയാണെങ്കിലും PM ആർഷോയെക്കുറിച്ച് മലയാളികൾക്ക് കൃത്യമായ ഒരു അവബോധമുള്ളതിനാൽ CPM എത്ര സംരക്ഷിച്ചാലും എത്ര മഹത്വവൽക്കരിക്കാൻ ശ്രമിച്ചാലും അയാൾ കേരളത്തിലെ 140 സീറ്റുകളിൽ ധർമ്മടത്തുൾപ്പെടെ എവിടെ നിന്ന് മത്സരിച്ചാലും ഈ നാട്ടിലെ പ്രബുദ്ധരായ ജനങ്ങൾ അയാളെ പരാജയപ്പെടുത്തും എന്ന വിശ്വാസം മാത്രമാണ് ജനാധിപത്യ കേരളത്തിനുള്ള ഏക ആശ്വാസം എന്ന് പങ്കുവെച്ചുകൊണ്ട് ആർഷോയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി ചർച്ച ചെയ്യേണ്ടത് പ്രശാന്ത് ശിവനെ കുറിച്ചാണ്. പ്രശാന്ത് ശിവനെക്കുറിച്ച് വളരെ വ്യക്തമായി, പ്രശാന്ത് ശിവന്റെ സ്വഭാവ ഗുണങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി പ്രതിപാദിച്ചുകൊണ്ട് സന്ദീപ് വാര്യർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്.
പ്രശാന്ത് ശിവന്റെ പേരെടുത്ത് പറയുന്നില്ല എങ്കിലും നിലവിലെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളുടെയും രാഷ്ട്രീയ സാഹചര്യങ്ങളുടെയും പശ്ചാത്തലത്തിൽ അത് പ്രശാന്ത് ശിവനെ തന്നെ ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്ന് സാമാന്യ രാഷ്ട്രീയ ബോധമുള്ള ആർക്കും മനസ്സിലാകുന്നതാണ്. ഇനി സന്ദീപ് വാര്യർ പ്രശാന്ത് ശിവനെ കുറിച്ച് പറയുന്ന ഗുരുതരമായ ആക്ഷേപങ്ങൾ എന്തൊക്കെയാണെന്നാണ് പരിശോധിക്കേണ്ടത്. BJP നഗരം ഭരിക്കുമ്പോൾ പാലക്കാട്ടെ ജനങ്ങൾക്ക് വിയറ്റ്നാം കോളനിയിൽ അധിവസിക്കുന്ന അന്തേവാസികളുടെ ഗതികേടാണുള്ളതെന്ന് സന്ദീപ് വാര്യർ പറയുന്നു. കൊലക്കേസ് പ്രതിയായ ക്രിമിനലിനെ ജില്ലാ പ്രസിഡന്റ് ആക്കുവാനും നഗരസഭയിലെ ചെയർമാൻ സ്ഥാനാർത്ഥിയാക്കുവാനും BJPക്ക് ധൈര്യം നൽകുന്നത് അവരുടെ അഹങ്കാരമാണെന്നാണ് സന്ദീപ് വാര്യർ പറയുന്നത്. ഇപ്പോൾ പുറത്തുവരുന്ന രാഷ്ട്രീയ റിപ്പോർട്ടുകൾ പ്രകാരം പാലക്കാട് നഗരസഭയിലെ BJPയുടെ ചെയർമാൻ സ്ഥാനാർത്ഥി അവരുടെ ജില്ലാ അധ്യക്ഷൻ കൂടിയായ പ്രശാന്ത് ശിവനാണ്. അതിനാൽ തന്നെ സന്ദീപ് വാര്യർ ലക്ഷ്യമിടുന്നത് പ്രശാന്ത് ശിവനെയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണവും സന്ദീപ് വാര്യർ പ്രശാന്ത് ശിവനെതിരെ പേരുന്നയിക്കാതെ തന്നെ മുന്നോട്ട് വെക്കുന്നുണ്ട്. അത് അയാളുടെ ലൈംഗിക വൈകൃത്യത്തെക്കുറിച്ചാണ്. പ്രശാന്ത് ശിവൻ ഒരു സ്വവർഗ അനുരാഗിയാണെന്നാണ് സന്ദീപ് വാര്യർ പറയുന്നത്. സ്വവർഗ ലൈംഗിക പീഡനത്തിന്റെ പേരിൽ പലവട്ടം പിടിക്കപ്പെട്ടിട്ടുള്ള തെരുവ് ഗുണ്ടയെ ജില്ലാ അധ്യക്ഷനാക്കുവാനുള്ള BJPയുടെ തീരുമാനത്തെ ഓർത്ത് ലജ്ജിക്കുന്നുവെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു വെക്കുന്നു. നമുക്കറിയാമല്ലോ, പല ഘട്ടത്തിലും സന്ദീപ് വാര്യർക്കെതിരെ വലിയ വെല്ലുവിളികളുമായി രംഗത്തെത്തിയിരുന്ന വ്യക്തിത്വമാണ് പ്രശാന്ത് ശിവന്റേത്. എന്നാൽ അദ്ദേഹത്തിനെതിരെ സന്ദീപ് വാര്യർ സ്വവർഗ അനുരാഗ ആരോപണം അവ്യക്തമായി ഉന്നയിച്ചപ്പോൾ തന്നെ പിന്നീട് സന്ദീപ് വാര്യരെ ഉപദ്രവിക്കുവാനോ അദ്ദേഹത്തിനെതിരെ പ്രസ്താവനകൾ നടത്തുവാനോ വെല്ലുവിളികൾ ഉയർത്തുവാനോ പ്രശാന്ത് ശിവൻ പോയിട്ടില്ല എന്ന വസ്തുതയും ഈ ഘട്ടത്തിൽ നാം ഓർക്കേണ്ടതാണ്. ഇതുപോലെ തന്നെ ആർഷോയ്ക്കും പ്രശാന്ത് ശിവനും മറ്റൊരു പ്രധാനപ്പെട്ട സാദൃശ്യം കൂടിയുണ്ട് എന്നതും നാം ഓർക്കേണ്ടതാണ്. അതായത് രാഹുൽ മാങ്കൂട്ടം ലൈംഗിക അപവാദം ഉയർന്ന പശ്ചാത്തലത്തിൽ മാങ്കൂട്ടത്തെ പാലക്കാടിന്റെ മണ്ണിൽ കാലുകുത്തിക്കില്ല എന്ന് ഒരേ ആർജവത്തോടുകൂടി തോളോട് തോൾ ചേർന്ന് നിന്ന് പറയാതെ പറഞ്ഞ വ്യക്തിത്വങ്ങളാണ് PM ആർഷോയും പ്രശാന്ത് ശിവനും. എന്നാൽ രാഹുൽ പാലക്കാടിന്റെ മണ്ണിലെത്തി അവിടുത്തെ പൊതുപരിപാടികളിൽ സജീവമാകുന്നുണ്ട്. അവിടുത്തെ MLA ഓഫീസിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യമുണ്ട്. സർക്കാരിന്റെ പരിപാടികളിലും സ്വകാര്യ പരിപാടികളിലും മണ്ഡലം നിറഞ്ഞു നിന്നുകൊണ്ട് രാഹുൽ മുന്നോട്ട് പോകുകയാണ്. വെല്ലുവിളികൾ ഉയർത്തിയ പ്രശാന്ത് ശിവനും PM ആർഷോയും ഒരുപോലെ രാഹുലിനെതിരെ പ്രതിഷേധിക്കുവാൻ നിവർത്തിയില്ലാതെ വാലും ചുരുട്ടി മാളത്തിൽ ഒളിച്ചത് ആ നാട്ടിലെ ജനങ്ങളുടെ പ്രതികരണ ശേഷിയെ ഭയപ്പെട്ടിട്ടാണോ എന്ന സംശയവും ഞങ്ങൾക്കുണ്ട്. ഏതൊക്കെയാണെങ്കിലും ഇവിടെ ഇവരുടെ വ്യക്തിപരമായ സ്വഭാവ വൈകല്യങ്ങൾക്കപ്പുറം ഇത്തരം ക്രിമിനലുകൾ നാടിന്റെ നേതൃസ്ഥാനത്തേക്ക് എത്തിച്ചേർന്നാൽ കേരളം എന്ന ദൈവത്തിന്റെ സ്വന്തം നാട് ഏത് നിലയിലേക്ക് അധപതിക്കും എന്നുള്ളതാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്തും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ കാലത്തും കേരളം ചർച്ച ചെയ്യേണ്ടത്. കാരണം ഇവർക്ക് ആർക്കും കൊല്ലാനോ കൊല്ലിക്കാനോ മടിയില്ലാത്തവരാണ്. രാഷ്ട്രീയ എതിരാളികളെ മാത്രമല്ല, സ്വന്തം പാളയത്തിൽ നിൽക്കുന്നവരെ പോലും രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഒറ്റുകൊടുക്കുവാൻ മടിയില്ലാത്ത ഇത്തരം ക്രിമിനലുകളെ പ്രോത്സാഹിപ്പിക്കുന്ന, രാഷ്ട്രീയത്തിൽ നേതൃസ്ഥാനത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്ന BJPയും CPMും എന്ത് രാഷ്ട്രീയമാണ് കേരളത്തോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് ജനങ്ങൾ തന്നെയാണ് അവരോട് ചോദിക്കേണ്ടത്. കാരണം ഇത്തരക്കാരുടെ നേതൃത്വത്തിൽ ഒരു ഭരണ സംവിധാനം ഈ നാട്ടിൽ രൂപപ്പെടുകയാണെങ്കിൽ ആ നാട്ടിലെ സാധാരണക്കാരിൽ സാധാരണക്കാരായ ജനങ്ങളുടെ ഗതികേട് എന്താകുമെന്ന ചർച്ചകളും ജനങ്ങൾക്കിടയിൽ സജീവമാകുന്ന ആശങ്കകൾ ആവേണ്ടതാണ്. PM ആർഷോയും പ്രശാന്ത് ശിവനും മാത്രമല്ല ഈ ഗണത്തിൽപ്പെടുത്താവുന്ന CPM BJP നേതാക്കൾ എന്ന വസ്തുതയും നമുക്ക് മുന്നിലുണ്ട്. CPMും BJPയും ഒരുപോലെ തന്നെ ലഹരി കേസുകളിൽ ഉൾപ്പെടുന്നവരെയും ക്രിമിനലുകളെയും പീഡനവീരന്മാരെയും തെരഞ്ഞുപിടിച്ച് നേതാക്കളാക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. തെരുവിൽ കിടന്നുള്ള ഇവരുടെ ഈ നാടകീയ പ്രകടനങ്ങൾ കാണുമ്പോൾ നാം പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുവാനും സാധ്യതയുണ്ട്. യഥാർത്ഥത്തിൽ CPMും BJPയും തമ്മിലോ ഈ പാർട്ടിയിലെ നേതാക്കൾ തമ്മിലോ ഇത്രമാത്രം വലിയ വൈരമൊന്നുമില്ല. ഇത് വെറും അഭിനയമാണ് എന്നുകൂടി നാം തിരിച്ചറിയേണ്ടതുണ്ട്. PM ആർഷോയും പ്രശാന്ത് ശിവനും അടുത്ത സുഹൃത്തുക്കളാകുവാനുള്ള സാധ്യതകൾ പോലും സജീവമാണ്. കാരണം കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഇല്ലായ്മ ചെയ്യുവാൻ പ്രത്യയശാസ്ത്രപരമായി യോജിപ്പില്ലാതിരുന്നിട്ടും രാഷ്ട്രീയമായിട്ടുള്ള ഏറ്റവും അവിശുദ്ധമായ ഒരു മുന്നണിക്കാണ് CPMും BJPയും ചേർന്ന് കേരളത്തിൽ രൂപം കൊടുത്തിട്ടുള്ളത്. രണ്ട് പാർട്ടികളുടെയും ഉന്നതരായ നേതാക്കൾ ഒരു പരസ്പര സഹായ സഹകരണ മുന്നണിയായി ക്രിമിനൽ പ്രവർത്തനങ്ങൾ സുഗമമായി കൊണ്ടുപോകുന്നു എന്നത് മറ്റൊരു വസ്തുതയാണ്. അതിനാൽ തന്നെയാണ് പിണറായി വിജയന്റെയും മകളുടെയും പേരിൽ ഉൾപ്പെടെ ഉയർന്നു വന്നിട്ടുള്ള അപവാദങ്ങളും അഴിമതി ആരോപണങ്ങളും BJPയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ അന്വേഷിക്കാത്തതും. അതുപോലെ തന്നെ കള്ളപ്പണവും കുഴൽപ്പണ കടത്തലുമായി ബന്ധപ്പെട്ട് BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ഗുരുതരമായ തെളിവുകൾ സഹിതമുള്ള ആരോപണങ്ങൾ അന്വേഷിക്കുവാൻ കേരള പോലീസ് മെനക്കെടാത്തതും മറ്റൊരു ഉദാഹരണമാണ്. എന്നാൽ BJPയും CPMും തമ്മിൽ ഇത്തരത്തിലൊരു രഹസ്യ ബാന്ധവമില്ല എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയാണ്
ആർഷോയെയും പ്രശാന്ത് ശിവനെയും പോലുള്ള നേതാക്കൾ തെരുവിൽ കിടന്ന് കടിപിടി കൂടുന്നത് എന്ന വസ്തുത കൂടി മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ജനാധിപത്യ ബോധമുള്ള ഓരോ മലയാളികളും ഡിസംബർ 9-ാം തീയതിയും 11-ാം തീയതിയും നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തുവാനായി പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് എത്തേണ്ടത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.